ഇന്നലെ വൈകിട്ട് 3:30 മണിയോടെയാണ് പയ്യോളി വടകര ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം മാരുതി ഏർട്ടിക കാറും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് ഈ ഒരു വലിയ അപകടമുണ്ടായത്. രമ്യ ദാസ് ഉണ്ട്. രമ്യ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ പോസ്റ്റ്മോർട്ടമൊക്കെ ഇന്നാണ്. എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് തുടക്കമാവുക? ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടോ? പറയാം രമ്യ. ഇന്നലെ നടന്ന ഒരു അപകടത്തിൻ്റെ വാർത്തയുടെ തുടർച്ചയായ വിവരങ്ങളാണ് ഇന്ന് നമുക്ക് രാവിലെ തന്നെ നൽകാനുള്ളത് കോഴിക്കോട്ട് നിന്നും. അതായത് ഇന്നലെയാണ് വടകര മൂരാടിൽ ഇത്തരത്തിലൊരു എർട്ടിക കാറും അതുപോലെ തന്നെ ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് 4 പേരുടെ മരണത്തിനിടയാക്കിയത്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തീകരിക്കും. ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഇവിടെയാണ് ആ 4 മൃതദേഹങ്ങളും സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ രാവിലെ ഏകദേശം 8:30 തന്നെ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. തുടർന്ന് മൃതദേഹങ്ങൾ വീട്ടുകാർക്ക് വിട്ടു നൽകും. ഈ ഒരു അപകടത്തിൽ 6 പേരാണ് ഈ എർട്ടിക കാറിലുണ്ടായിരുന്നത്. ഇതിൽ 4 പേരാണ്, ഡ്രൈവർ ഉൾപ്പെടെ 4 പേരാണ്, 3 സ്ത്രീകളും അത് ഒരു പുരുഷനും ഉൾപ്പെടെ 4 പേരാണ് മരിച്ചത്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരം തന്നെയാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചികിത്സ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ ഒരു അപകടത്തിന് കാരണം നമുക്കറിയാം, ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വടകരയുള്ള മേഖലകളിലെല്ലാം തന്നെ ഈ ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഈ ദേശീയപാതയിലേക്ക് കടക്കാൻ നിശ്ചിത എൻട്രികൾ മാത്രമാണുള്ളത്. അപ്പോൾ ഈ കാറും അതായത് അവിടെ അടുത്ത് ഈ മൂരാടിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ചതിന് ശേഷം ഈ ദേശീയപാതയിലേക്ക് എതിർദിശയിലാണ് ഈ കാറ് വന്നിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത്. ഈ ടെമ്പോ ട്രാവലർ കർണാടക സ്വദേശികൾ സഞ്ചരിക്കുന്ന വാഹനമാണ്. ഇത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്നു. ഈ ഒരേ ദിശയിലാണ് ഈ 2 വാഹനങ്ങൾ എത്തിയത്. കാർ എന്നാൽ എതിർദിശയിലായിരുന്നു. ഇത്തരത്തിൽ ഈ കാറ് എതിർദിശയിൽ വരുന്നു, അതുപോലെ തന്നെ ടെമ്പോ ട്രാവലർ അമിത വേഗത്തിലുമായിരുന്നു. ഇങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. പറഞ്ഞതുപോലെ അത് ഭയങ്കര സങ്കടമായ ഒരു അപകടമായിരുന്നു. 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട അപകടം. ഇപ്പോൾ ഇന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യ.